ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കോഴിക്കോട് പോയിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ആക്ച്വലി ഇപ്പോൾ 3 മാസത്തോളമായി. ഇത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടുന്നുണ്ടായില്ല. പിന്നെ കുഞ്ഞുമായിട്ട് ഫസ്റ്റ് ടൈം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ അവൻ ഉറങ്ങി കയറിയപ്പോൾ തന്നെ. പിന്നെ അതിനുശേഷം നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ ആക്റ്റീവായിരുന്നത് കൊണ്ടും അവൻ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തത് കൊണ്ടും നമ്മൾ അവിടെ സത്യം പറയാമല്ലോ, ഞങ്ങൾ കോഴിക്കോട് എത്തിയത് അറിഞ്ഞില്ല കേട്ടോ. കുഞ്ഞിൻ്റെ കളിയും ചിരിയൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ശരിക്കും പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ആ ചേട്ടൻ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ ചെറിയൊരു നാടൻ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് നേരെ SM സ്ട്രീറ്റിലേക്ക് പോയി. യൂട്യൂബിൽ കുറേ വീഡിയോസിൽ കൂടെ ഫെമിലിയർ ആയിട്ടുള്ള സൺഡേ മോളിലൊന്ന് കയറണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറി ചെന്ന പാടെ കണ്ടത് കുറേ ഡെക്കറേറ്റീവ്സ് ഐറ്റംസ് ആണ് ക്രിസ്മസിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇയറിങ്സിൻ്റെ സെക്ഷൻ പോയി കഴിഞ്ഞാൽ ഞാൻ 1-2 എടുക്കാതെ വരില്ല എന്നായിട്ടെന്നെ അറിയാം. അതുകൊണ്ട് എന്നെ അങ്ങോട്ടേക്കാണ് ആദ്യം കൂട്ടിക്കൊണ്ട് പോയത്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണക്കാരുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നല്ല അടിപൊളി ഇയറിങ്സൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ചത് കറങ്ങി. ധ്രുവക്കുട്ടനാണെങ്കിൽ അന്നേരം ജസ്റ്റ് ഒന്ന് നടന്നു തുടങ്ങിയതുണ്ടായിരുന്നല്ലോ. അപ്പം ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവനെ കുറച്ച് നേരം ആ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടത്തി ടോയ്സിൻ്റെ കടകളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ കുഞ്ഞിനെയും നല്ല രീതിയിൽ നമ്മൾ ഹാപ്പി ആക്കി. നമ്മൾ പോയതിൻ്റെ ഉദ്ദേശം അതാണല്ലോ, എല്ലാവർക്കും എൻജോയ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഏതൊരു അമ്പലത്തിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പതിവിലും കുറച്ച് ബ്ലോക്ക് അതിനൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. പിന്നെ കോഴിക്കോട് പോയ ഹൽവ ഒന്നും ഇല്ലാതെ എങ്ങനെയല്ലേ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 2 മണിയുടെ ടൈമിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ബീച്ചിലേക്ക് പോയത്, വെളുപ്പിന് 2 മണിക്ക്. പക്ഷേ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ആൾക്കാരുടെ വൈബ് ഒരു രക്ഷയില്ല. ഈ ഒരു ടൈമിലും നമ്മൾ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാർ, അത് തമ്മിൽ പരിചയം പോലുമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവർ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു, ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ വല്ലാത്തൊരു റിലീഫ് ഫീൽ ചെയ്തു. ശരിക്കും പറയാമല്ലോ, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ കോഴിക്കോട് ബീച്ച് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അവളെ കാണുന്നത്. കുഞ്ഞൊക്കെ ആയി. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു മൊമെൻറ്റ്. കാര്യം നമ്മൾ ഇത്രയും നാൾ സിംഗിളായിട്ട് മാത്രം നിന്ന ആൾക്കാർ ഇപ്പോൾ കുഞ്ഞ് ആയിക്കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്തില്ല. ഞങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ലായിരുന്നു. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടും വടകരയിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് പോവാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഫാമിലി. അവിടുത്തെ പിഹു ബേബിയായിട്ട് ധ്രുവിക്കുട്ടി നല്ല കമ്പനിയായി. അങ്ങനെ അവർ കുറേ എൻജോയ് ചെയ്ത് കുറേ നേരം കളിച്ചു. ആ സമയത്ത് ഞങ്ങൾ നല്ല കിടക്ക ഫുഡൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഏട്ടനും സാരംഗേട്ടനും കൂടെ കോളേജിലെ മെമ്മറീസൊക്കെ അയവിറക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായ ഒരു സെയിം വൈബ് തന്നെ ഏട്ടൻ്റെ സൈഡിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമല്ലേ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ അവളുടെ വീടിൻ്റെ ഏരിയയിലൊക്കെ ഞങ്ങളൊന്ന് രാവിലെ ചുറ്റിയടിച്ച് കണ്ടു. നല്ല രസമാണ് കേട്ടോ ആ ഏരിയയൊക്കെ കാണാൻ വേണ്ടി. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരാൾ ഉറക്കമായിരിക്കും, അടുത്ത ആൾ ബഹളമായിരിക്കും. അങ്ങനെ ഈ കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോ എടുക്കലെന്ന് പറയുന്നത് അത് നല്ലൊരു ചടങ്ങായിരുന്നു ഞങ്ങൾക്ക്. ശരിക്കും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം 4 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ പെട്ടെന്നൊരു ദിവസം ഒരുമിച്ച് കൂടി ചേർന്നു. പിന്നെ വിശേഷങ്ങളൊന്നും പങ്കുവെച്ച് തീരാതെ വീണ്ടും ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പോവാന്ന് പറയുമ്പോൾ അത് ശരിക്കും ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായി. ധ്രുവിക്കുട്ടൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവന് കിട്ടിയ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ അവനും ടോയ് കാറും ഡ്രസ്സും ഒക്കെ ആയിട്ട് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി.
ഇത് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേ ചെയ്തെടുത്ത് വീണ്ടും എത്തി. പിന്നെ അവിടുന്ന് വീണ്ടും ഒരു കറക്കമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഹൈലൈറ്റ് മാളിലേക്കാണ് പോയത്. അവിടെ സ്നോ വേൾഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് കുറേ നാളായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ ശരിക്കും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനും ഏട്ടനും കൂടെ അവരുടെ കുട്ടികളുമായിട്ട് സ്നോ വേൾഡിലേക്ക് കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞങ്ങൾ ഒരു കാശ്മീർ കുളു മണാലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് ക്യാരിയിങ് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ പറ്റാത്തൊരു വിഷമം ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ പറയണം. ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരേ വൈബുള്ള ആൾക്കാരായിട്ട് ഒരുമിച്ച് നിന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് നാളത്തേക്ക് വേണ്ട, 1-2 ദിവസത്തേക്ക് മതി. പക്ഷേ അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തരും. ശരിക്കും ഒരുപാട് സംസാരിക്കാൻ ആൾക്കാരെ കിട്ടുക, ഒരേപോലെയുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നവരെ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരുപാട് ഹാപ്പിയാവും. അത് പറയാതിരിക്കാൻ വയ്യ. കോഴിക്കോട് ബീച്ചിൻ്റെ ഭംഗി ഒരിക്കൽ കൂടെ ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് അവിടെ പോയി. നെക്സ്റ്റ് ഡേ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ട്രെയിനിൽ കയറിയപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സും കണ്ണും ഒക്കെ ഒരുപോലെ നിറയുന്നുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മൾ ശരിക്കും ഉള്ളു തുറന്നൊരു അറ്റാച്ച്മെൻറ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ആൾക്കാരായിരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.